അച്ഛനില്ലാത്ത കുട്ടിമണിയുടെ ആദ്യത്തെ പിറന്നാളിന് സമ്മാനമായി പുത്തനുടുപ്പ് വേണമെന്ന് മനസ്സിജനോട് കുട്ടിമണി ആവശ്യപ്പെടുന്നു. നിഷ്കളങ്കമായ കുട്ടിമണിയുടെ മുഖം മനസ്സിജനെ വിഷമിപ്പിക്കുന്നു. സമ്മാനം വാങ്ങാൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് മതികലയിൽ നിന്ന് പൈസ വാങ്ങുന്നു. അങ്ങനെ ഒരുപാടൊന്നും വേണ്ട, ഒരു 5000 രൂപ. മനസ്സിജൻ അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് സമ്മാനം മതികല എടുത്തു മാറ്റുന്നു. തൊടിയിലെ തെങ്ങിൻ ചോട്ടിലുണ്ട് ചാര. മതികലയുടെ പിറന്നാൾ സമ്മാനം നൽകിയ അപകടത്തിൽ നിന്ന് തലനാരിടയ്ക്ക് കുട്ടിമണി രക്ഷപ്പെട്ടു. മനസ്സിജൻ അടുത്തെത്താൻ കൊതിക്കുന്ന മനസ്സും ശരീരവുമായി നടന്ന മതികല രവിയെ വഞ്ചിച്ചുകൊണ്ടേയിരുന്നു. ഇതല്ലേ ത്രില്ല്, ഇതല്ലേ കിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മതികലയുടെ നീക്കങ്ങൾ അതിരുകടക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സീത മതികലയുടെ നിഴലായി മാറുന്നു. നോക്കിക്കോ, അധികം ദിവസമേ നിന്റെ ഈ രാത്രി സഞ്ചാരം നടക്കത്തില്ല. ബാലേട്ടനുമായി നടന്നത് സീതയുടെ 2ാം കല്യാണമായിരുന്നു. സീതയെ വയലോരം വീട്ടിൽ നിന്നും പുറത്താക്കാൻ മതികല പല തന്ത്രങ്ങളും മെനഞ്ഞു. എന്താ പറഞ്ഞത്? നേരത്തെ സീതയുടെ ഒരു കല്യാണം കഴിച്ച താമസം. സീതയുടെ വിവാഹം 4 വർഷം മുമ്പ് കഴിഞ്ഞതാണെന്ന സത്യവും മതികല ശാരദയെ അറിയിക്കുന്നു. അമ്മയുടെ അടുത്ത് അവര് നല്ലവിളി ചമഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ, എന്റെ അമ്മ ചതിക്കപ്പെടുന്നത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ വയ്യമ്മേ. ഓരോ നിമിഷവും തുടർന്ന് കാണുക. നാളെ അവരുടെ ഭർത്താവ് ഈ പടി കയറി വന്ന പഴയ ബന്ധത്തിൽ അവർക്കൊരു കുട്ടിയുണ്ടെങ്കിൽ അമ്മ ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ ബാലേട്ടൻ ചങ്കുപൊട്ടി ചത്തുപോകത്തില്ലേ അമ്മ? അമ്മേ, 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 അയ്യോ ഒന്ന് ഓടി വരണേ അമ്മേ. ട്രിപ്പ് തീരാ അമ്മ വന്ന് പറയണേ. എന്നാലും അമ്മയ്ക്ക് ആദ്യമായിട്ടാ ഇങ്ങനൊരു തലകറക്കം. പ്രഷർ കൂടിയതാണെന്ന് ഇന്നിവിടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. നാളെ പോവാം. പ്രഷറൊക്കെ എങ്ങനെ കൂടാതിരിക്കും? അവക്ക് ഒരു നേരമെങ്കിലും മനസ്സിന് സ്വസ്ഥതയുണ്ടോ? ഇല്ലല്ലോ. ദിവസവും ഓരോരോ പ്രശ്നങ്ങളല്ലേ. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഭാര്യമാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെയും. മതി, നീ കരയാതെ. കരഞ്ഞാൽ നിനക്ക് ശ്വാസമുട്ടലുണ്ടാവത്തില്ലേ? പിന്നെ നിന്നെ കൂടെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ലേ? സീതയോട് കുറച്ച് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കേണ്ടി വരാൻ പറയാം അല്ലേ? വേണ്ട, എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട. ഇവിടേക്ക് ആരും വരികയും വേണ്ട. അല്ലമ്മേ, സീത വന്ന രാത്രി കൂട്ടി നിൽക്കുകയും ചെയ്യാലോ. സീത വരണ്ടെന്നാ പറഞ്ഞത് ബാല. അവൾ അവിടെ നിന്നാ മതി. വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ആള് വേണ്ടേ? നമുക്കെന്നാ വീട്ടിലേക്ക് പോവാൻ രവേട്ട. ഞാനിത്തിരി പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കാം. രവേട്ടൻ ഇങ്ങ് കൊണ്ടുവന്നാ മതി. അമ്മേ പോട്ടെ അമ്മേ. കുട്ടിമണി പിന്നെ ബാലേട്ടന്റെ കൂടെ വന്നോളൂ. ഇറങ്ങാ രവേട്ട. ശരി അമ്മ. അമ്മേ, ഞാൻ കാശ് മോഷ്ടിച്ചെന്ന് കരുതിയാണോ അമ്മയുടെ പ്രഷർ കൂടിയത്? സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ കുട്ടിമണിയെ പേടിപ്പിക്കുന്ന കണ്ടപ്പോ ഞാൻ... അമ്മയ്ക്കറിയാം എന്റെ മോൻ വെറും ഒരു പാവമാണെന്ന്. അതുകൊണ്ടാ നിന്നെ എല്ലാവരും പൊട്ടുകളിപ്പിക്കുന്നത്. അമ്മ ചത്തു പോവോ അമ്മ? അതെ, അച്ഛ പോയ പോലെ കുട്ടിമണി ഇട്ടിട്ട് അമ്മ പോവോ? ഇല്ല, എന്റെ പൊന്നുമോളെ വിട്ട് അമ്മ എങ്ങും പോവില്ല മോളെ. പൂച്ച പോലിരുന്ന സീതയെടുത്തി പുലിയെ പോലെ ചാടി വരുമെന്ന് പാവം ഞാൻ ഓർക്കുന്നു. ഞാൻ വലിയ സ്നേഹത്തിലാ അവരോട് പറഞ്ഞത്, രവിയേട്ടനൊരു ലോക്കർ വാങ്ങുന്നുണ്ട്, സീതയെടുത്തിയുടെ ഓർണമെന്റ്സ് വേണമെങ്കിൽ അതിൽ വെക്കാന്ന്. അത് കേട്ടതും ചീറ്റപ്പുലിയെ പോലെ എന്റെ നേരേക്ക് ചാടി വന്നില്ലേ.
നിന്റെ ഒരു രവിയേട്ടനെന്നും പറഞ്ഞു. എന്നെ പറഞ്ഞപ്പോ ഞാനും 1-2 തിരിച്ചങ്ങ് പറഞ്ഞു. അത് കണ്ട പാവം അമ്മ. ഞാൻ ചോദിക്കണം സീതേടത്തിയോട്. അയ്യോ വേണ്ട, എന്റെ ചെക്കൻ അവരോടൊന്നും വായിട്ടലക്കാൻ പോണ്ട. അവര് പാവം. ഒന്നാമത് ദാരിദ്ര്യം, അതിന്റെ കൂടെ അസൂയം കൂടി ചേർന്നപ്പം ഭ്രാന്തായി. അതല്ല, നിന്നെ എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും. പറയുന്നത് പെറ്റമ്മയാണെങ്കിൽ കൂടി. അത് പോട്ട് രവിയേട്ടാ, സാരമില്ല. അമ്മയ്ക്ക് മനസ്സിലായി ആരുടെ ഭാഗത്താ തെറ്റുന്നു. അതല്ലേ സീതയിടത്തെ ആശുപത്രിയിലേക്ക് വരണ്ടെന്ന് അമ്മ പറഞ്ഞത്. ആ പിന്നെ ഇന്ന് മാണിക്യമംഗലത്തുനിന്ന് അമ്മ വിളിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? ഈ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടുത്തെ പോലൊരു ബംഗ്ലാവ് ഇവിടെ വെച്ചു തരാന്ന്. ആണോ? പക്ഷേ ഒരു കാര്യം, ഈ വീടും സ്ഥലവും രവേട്ടന്റെ എന്റെയും പേരിലാവണമെന്ന്. അല്ല, നാട്ടു നടപ്പനുസരിച്ച് ഇളയ ആളിനാണല്ലോ തറവാടിന് അവകാശം. ബാലേട്ടന് സീതയെടുത്തിയും എന്ന് ഇവിടുന്ന് മാറുന്നോ പിറ്റേന്ന് ബംഗ്ലാവിന്റെ പണി തുടങ്ങാമെന്ന് അമ്മ പറഞ്ഞു. അല്ല, ബാലേട്ടനോട് ഇവിടുന്ന് പോവാൻ പറയാൻ പറ്റുമോ? മതി. അങ്ങനെ പറയണോന്ന് ആര് പറഞ്ഞു? മാന്യതയുണ്ടെങ്കിൽ ബാലേട്ടൻ മാറി താമസിക്കാൻ വേണ്ടത്. നോക്കാം. കുട്ടിമണി അപ്പച്ചി അമ്മയൊക്കെ നമ്മുടെ കൂടെ നിന്നോട്ടെ. ബാലേട്ടനോടോ സീതയെടുത്തിയോടോ എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വൈരാഗ്യമോ ഇഷ്ടക്കുറവോ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അവർ കൂടെ താമസിക്കാനായിട്ട് എന്റെ വീട്ടുകാരെ വീട് വെച്ച് തരുമെന്ന് തോന്നുന്നുണ്ടോ? അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. ബാലേട്ടന്റെ ഭാര്യ വീട്ടുകാര് വീട് വെച്ചു കൊടുക്കട്ടെ. രവീട്ടന് നോർത്തെ ഈ വീടിന്റെ സ്ഥാനത്ത് ഒരു പടുകൂറ്റൻ മാളിക. ഈ ഗ്രാമത്തിലുള്ളവരെല്ലാരും പറയണം ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് രവിചന്ദ്രന്റേതാണെന്ന്. ഒന്ന് ഓർത്തു നോക്കിയേ. വാ അമ്മ. മോളെ ഇങ്ങ് വാ. അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചേ. വാ അമ്മ, പതുക്കെ. വാ 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 അമ്മ, സൂക്ഷിച്ചേ. വാ, സൂക്ഷിച്ചു വാ. ചേടാ, 1-2 ദിവസം കൊണ്ട് എന്നെക്കാളും അവശയായല്ലോ നീ. നിന്റെ കണ്ണ് കണ്ടില്ലയോ? ഒരുമാതിരി ചത്ത മീന്റെ കണ്ണുപോലെ. മരുന്നിന്റെ നാത്തൂനെ, പിന്നെ മനസ്സിന്റെ വിഷമം. ഓ, എന്നാ വിഷമം? മരുമക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് പതിവാ. നമുക്കിതൊന്നും പതിവില്ലല്ലോ നാത്തൂനെ. അത് നേരാ. എത്രയോ കൊല്ലമായി നമ്മളിങ്ങനെ പോകുന്നു. ഇതുവരെ നമ്മക്കിടയിൽ ഇങ്ങനെ ഒരു തല്ലും പിടി ഉണ്ടായിട്ടുണ്ടോ? ആ, ഇതൊക്കെ പുതിയ കാലം, പുതിയ പിള്ളേര്. നമ്മക്കെന്തറിയാം? നമുക്കൊന്നും അറിയില്ല, അതാ സത്യം. അമ്മൻ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അമ്മേ, വെള്ളം വല്ലതും? കലമോളെ. എന്തോ? എന്താ അമ്മേ? അമ്മയ്ക്ക് ഇച്ചിരി ജീരകമുള്ള എടുത്തോണ്ട് വാ. ഇപ്പൊ എടുക്കാമേ. അല്ല, വെള്ളം വേണമെന്ന് തന്നെയല്ലേ ശാരദേ സീത കൊച്ചും ചോദിച്ചത്? ആ, എപ്പോഴും സീത തന്നെയല്ലേ എടുക്കുന്നത്. ഇനി കലയും എടുത്ത് പഠിക്കട്ടെ. വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ നാത്തൂനെ. കുട്ടിമണിയെ നോക്കിക്കോണേ. ആ, നീ കിടന്നു. ആ.
എനിക്ക് നല്ല വിശപ്പുണ്ട് നാത്തൂനെ. ചില്ലറ ഗുളികയാണോ അമ്മ കഴിക്കുന്നത്? പിന്നെ വിശക്കാതിരിക്കൂ. പിന്നല്ലാതെ അകത്തുനിന്ന് എരിഞ്ഞു കയറി വരും. ഇനി എത്ര ദിവസത്തേക്കുണ്ടമ്മേ മരുന്ന്? 4 ദിവസത്തേക്കാ മോളെ. ഇനിയും പോണോ? കുറഞ്ഞില്ലെങ്കിൽ എന്താ അമ്മേ? വേണ്ട, വിശപ്പൊക്കെ തീർന്നു. അയ്യോടാ, അതെന്നാ പറ്റി? മനസ്സിനെ പിടിക്കാത്തതല്ലേ മുമ്പില്. ആ, നീ പറഞ്ഞിട്ടല്ലേ കഞ്ഞി വെച്ചത്? വേണ്ട നാത്തൂനെ, എനിക്കൊന്ന് കിടക്കണം. കൊച്ചേ, എന്തോ? എന്താ പച്ചമ്മ? അല്ല, നീ കരയുമായിരുന്നോ? എന്തിന്? പിന്നെ നിന്റെ കണ്ണെന്താ തുളുമ്പിച്ചു വന്നിരിക്കുന്നത്? അത് കണ്ടിലെന്തോ കൊണ്ടതാ അപ്പച്ചമ്മേ. ഉഹും. കൊണ്ടത് കണ്ണിലോ അതോ മനസ്സിലോ? ദേ, വെറുതെ എന്നോട് കള്ളം പറയരുത് കേട്ടോ കൊച്ചേ. അല്ല, നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് 1-2 ദിവസം കൊണ്ട് ഓർക്കുക. എന്താ അപ്പച്ചമ്മേ? അത് നീ ശാരദയും തമ്മിൽ വല്ല വഴക്കും ഉണ്ടായോ? ഇല്ല. പിന്നെന്താ അവക്ക് നിന്നോടൊരു കെറുവ് പോലെ? അപ്പച്ചമ്മയ്ക്ക് തോന്നിയതാവും. അത് വിടു കൊച്ചേ. നീ പ്രായം കുറച്ചുണ്ടെങ്കിലും സുഭദ്രയുടെ കണ്ണിനും കാഴ്ചയ്ക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വൈഭവത്തിനും ഒന്നും ഒരു കുറവും വന്നിട്ടില്ല. തന്നെയുമല്ല, ഞാൻ ശാരദയെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. ഇന്ന് വരെ ഒരാളോട് പോലും മുഖം മുഷിഞ്ഞ് ഇച്ചിപ്പോന്നൊരു വാക്ക് ശാരദ പറഞ്ഞു കേട്ടിട്ടില്ല. എന്തെങ്കിലും സങ്കടം വന്നാ ഒറ്റയ്ക്കിരുന്ന് കരയും. അതാ ശാരദയുടെ രീതി. ഇല്ല, ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല അപ്പച്ചമ്മേ, സത്യം. വെറും നാത്തൂന്മാര് തമ്മിലുള്ള പരസ്പരം പോരുകുത്തുന്ന ബന്ധമല്ല എനിക്കും ശാരദയ്ക്കും ഇടയിലുള്ളത്. അച്യുതനോടുള്ള അതേ ബഹുമാനമാ അവക്ക് എന്നോടും ഉള്ളത്. അല്ല, എന്താ കാര്യമെന്ന് ഞാൻ അവളോട് ചോദിച്ചാൽ അവള് പറയും. പക്ഷെ അവള് വയ്യാതിരിക്കുകയല്ലേ. അതിൻ്റെ ഇടയിൽ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ കൂടി വയ്യ. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. ശാരദയ്ക്ക് ഒരാളോട് ദേഷ്യം തോന്നണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെതായ ഒരു കാരണം, ഒരു വലിയ തെറ്റൊക്കെ കാണും. അങ്ങനെയാകുമ്പം നീ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നാ അതിൻ്റെ ഒരർത്ഥം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പച്ചമ്മേ. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ശാരദ നിന്നെ വെറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒടയ തമ്പുരാന് പോലും നിന്നെ വേണ്ടെന്നാ. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.
എന്നോടിങ്ങനെ? ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത്? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അമ്മ പറഞ്ഞാലല്ലേ കാര്യം എനിക്ക് അറിയുള്ളൂ. ദൈവത്തെ ഓർത്ത് അമ്മയൊന്ന് പറയമ്മ, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നിനക്ക് അറിയത്തില്ലല്ലേ? നിനക്കറിയണമല്ലേ എന്ത് തെറ്റാ നീ ചെയ്തതെന്ന്? എന്റെ കുട്ടിമണിയോടുള്ള അത്രയും ഇഷ്ടം എനിക്ക് നിന്നോട് മാത്രമായിരുന്നു. എന്നെ എന്നിട്ട് നീ ചതിച്ചു, എന്നെയും എന്റെ മോനെ. അമ്മേ, ഞാൻ ഒരക്ഷരം മിണ്ടരുത്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം മാത്രം പറഞ്ഞാ മതി. നിന്റെ കല്യാണം നേരത്തെ ഒന്ന് കഴിഞ്ഞതാണോ? ആണോന്ന്? അതെ. നന്ദി കെട്ടവളെ. നിന്നോട് ഞാൻ ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചത് അല്ലാണ്ടായിരിക്കണെന്നുള്ള മറുപടിയായിരുന്നു. അമ്മ, ഞാൻ പറയാം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്. മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇത്രയും വലിയ ചതി ചെയ്തവൾക്കാണോ ഇനി കുറച്ച് തൊടുന്യായങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്തത്? എനിക്ക് നിന്നോടല്ല സംസാരിക്കേണ്ടത്, നിന്റെ അമ്മയോടാ, നിന്നെ പ്രസവിച്ച ആ സ്ത്രീയോട്. അമ്മ പ്ലീസ് മിണ്ടരുത്. എന്നോട് നീ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഇഷ്ടം സത്യമാണെങ്കിൽ ഒരു തവണയെങ്കിലും ഉള്ളിൽ തട്ടി അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ദയവ് ചെയ്ത് ഇനി എന്റെ മുന്നിൽ വരരുത്. അപേക്ഷ അപേക്ഷ. ബിസ്ക്കറ്റ് വേണോ? വല്ലത് കുട്ടിമണി, കൊച്ചേച്ചി ഒരു കടങ്കഥ പറയട്ടെ? അറിയാമോ ഒന്ന് പറയണേ. അമ്മയെ കുത്തി മോള് ചത്തു. എന്നതാ? എന്താ ചേച്ചി? തീപ്പെട്ടി. എത്രയോ തവണ ഞാൻ സീതയടുത്തോട് പറഞ്ഞതാ വെറുതെ ദുരന്തമിരുന്ന് വാങ്ങരുതെന്ന്. പോയി കെട്ടും ഭാണ്ഡമൊക്കെ അടുക്കി വെച്ചോ. ഇന്ന് വൈകിട്ട് തന്നെ കാണും കുടിയിറക്ക് മഹോത്സവം. എന്നോട് നീ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഇഷ്ടം സത്യമാണെങ്കിൽ ഒരു തവണയെങ്കിലും ഉള്ളിൽ തട്ടി അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ദയവ് ചെയ്ത് ഇനി എന്റെ മുന്നിൽ വരരുത്. സീത, ബാലൻ ഗതികേടുകാരനാ, കടക്കാരനാ, പക്ഷേ മോഷ്ടിക്കത്തില്ല. കള്ളത്തരം എനിക്കിഷ്ടമല്ല, കള്ളത്തരം കാണിക്കുന്നവരെ. സീത,
താൻ കരയുമായിരുന്നോ? ഏയ് അല്ല, ഞാൻ ചുമ്മാ വെറുതെ നിൽക്കുമായിരുന്നു. വെറുതെ നിൽക്കുമ്പോൾ കണ്ണിക്കൂടി വെള്ളം വരാൻ തൻ്റെ കണ്ണിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ബാലേട്ടാ, ഞാൻ വെറും പൊട്ടനൊന്നും അല്ല കേട്ടോ. പഠിപ്പില്ലെങ്കിലും എൻ്റെ ബുദ്ധിക്ക് യാതൊരു കുറവുമില്ല. ബാലേട്ടാ, ബാലേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ആ, പറഞ്ഞതേ ഉള്ളൂ. ആദ്യം എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറ. തനിക്ക് എന്താ പറ്റിയത്? എനിക്കെന്ത് പറ്റാനാ ബാലേട്ടാ? എനിക്കൊന്നുമില്ല. പിന്നെ ശരീരത്തിനൊരു ക്ഷീണം പോലെ. ഇനി എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണോ എന്തോ? അസുഖവും ക്ഷീണമൊന്നും തൻ്റെ ശരീരത്തിനില്ല, മനസ്സിനാ. അതെനിക്കറിയാം, തനിക്കും അറിയാം. ഞാൻ പറയട്ടെ, എന്താ തൻ്റെ മനസ്സിലലട്ടുന്ന പ്രശ്നമെന്ന്? ബാലേട്ടാ, ഞാൻ പറയാം, എനിക്കറിയാത്. ചില കാര്യങ്ങൾ മനസ്സിൽ എത്ര ഒളിപ്പിച്ച് പിടിച്ചിട്ടും കാര്യമില്ല സീത. ഒപ്പം കഴിയുന്ന ആളുകൾക്ക് കണ്ണിൽ നോക്കി അത് കണ്ടുപിടിക്കാൻ പറ്റും. ബാലേട്ടാ, നിക്ക്, ഞാൻ പറയട്ടെ. ഞാനത്ര മണ്ടനല്ലെന്ന് താൻ തിരിച്ചറിയണമല്ലോ. എന്താ തന്റെ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ബാലേട്ടാ, പറയട്ടെ എന്ന്. ഞാനൊരു കള്ളനാണെന്ന് താനും വിശ്വസിക്കുന്നു. മതികല അപ്പച്ചമ്മയ്ക്ക് കൊടുത്ത 10,000 രൂപ ഞാനാണ് എടുത്തതെന്ന്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കള്ളനായ ഭർത്താവിനോട് ഭാര്യയ്ക്ക് തോന്നുന്ന മാനസികമായ അകൽച്ച. ബാലേട്ടാ, ഇങ്ങനെയൊന്നും പറയല്ലേ ബാലേട്ടാ. അമ്മയ്ക്ക് പോലും എന്നോടെന്തോ അകൽച്ച പോലെയാ. ആ, കള്ളത്തരം കാണിക്കുന്നവരോട് ആർക്കാ ഇഷ്ടം? എത്ര ഇഷ്ടമുള്ളവരാണെങ്കിലും നമ്മളങ്ങ് വെറുത്തു പോകുമല്ലേ? കുട്ടിമണിയെ മതികലയുടെ അമ്മാവൻ പോലീസുകാരൻ ചോദ്യം ചോദിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ആ പഴിയങ്ങ് ഏറ്റെടുത്തത്. എനിക്കറിയാം ബാലേട്ടാ. എന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പാവ സിജൻ പഴിയേറ്റെടുക്കാൻ പോയത്. അതും എല്ലാവർക്കും മനസ്സിലായി. അമ്മയൊക്കെ പാവങ്ങളാണ്. നേരെ വാ നേരെ പോ, അതേ അറിയൂ. അതല്ലേ പാവം ആശുപത്രിയിലായത്. താനും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ മോഷ്ടിച്ചു എന്ന്? ഇല്ല ബാലേട്ടാ. ബാലൻ ഗതികേടുകാരനാ, കടക്കാരനാ, പക്ഷേ മോഷ്ടിക്കത്തില്ല. കള്ളത്തരം എനിക്കിഷ്ടമല്ല, കള്ളത്തരം കാണിക്കുന്നവരെ. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും ആ കാശ് എവിടെ പോയെന്നും ഒക്കെ കാലം തെളിയിക്കും, ദൈവം തെളിയിക്കും. ആർക്കും ഒരു കള്ളത്തരം ഒരുപാട് കാലം മൂടിവെക്കാൻ പറ്റത്തില്ലെന്നാ. അത് സ്വർണ്ണപാത്രം കൊണ്ട് മൂടിവെച്ചാലും കള്ളം കള്ളം തന്നെ.